നമ്മളെപ്പോഴും ഈ അധോലോകം അല്ലെങ്കിൽ അങ്ങനെ കുറ്റവാളികൾ അവരുടെ കുറ്റകൃത്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്ന പേര് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. കാരണം അത്രയധികം വാർത്തകളിലും അതിനപ്പുറം കഥകളിലുമൊക്കെ ഈ പേര് എല്ലാവർക്കും സുപരിചിതമാണ്. അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചാണ് ആദ്യം. ദാവൂദ് ഇബ്രാഹിം വിഷമുള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ദാവൂദ് മരിച്ചുവെന്നും അഭ്യൂഹമുണ്ട്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ അയച്ച അജ്ഞാതന്റെ മിടുക്കാണ് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണം. അജ്ഞാതനെ ഇന്ത്യൻ ബുദ്ധിയാക്കി സോഷ്യൽ മീഡിയയിൽ ആഘോഷം നടക്കുന്നുണ്ട്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും കൃത്യമായ സ്ഥിരീകരണം നമുക്കുണ്ടോ? ഇന്ത്യ അയച്ച ഏതോ ഒരു ബുദ്ധിമാന്റെ കളിയാണിതൊക്കെ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ തൽക്കാലം തള്ളിക്കളയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം, അതായത് റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ദാവൂദ് ഇബ്രാഹിം നിലവിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ കറാച്ചിയിലെ ആശുപത്രിയിൽ കഴിയുകയാണ്. വിഷം ചെന്നാണ് ഈ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നത്. പക്ഷേ ആരോ മനഃപൂർവ്വം വകവരുത്താൻ വേണ്ടി തന്നെ ഈ വിഷം നൽകിയതാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ രാത്രി ഈ ചികിത്സയിലിരിക്കാൻ മരിച്ചുപോയി എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഗോസിപ്പുകളും അതുപോലെ തന്നെ ഈ ഇന്ത്യ വിട്ട ആളുകളാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാനഡയിലെ നിജ്ജാർ വധം, അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള കാര്യം ട്രൂഡോ ആരോപിച്ചതിന് പിന്നാലെ തന്നെ ഈ ഇന്ത്യൻ അജ്ഞാതർ, പ്രത്യേകിച്ചും സീക്രട്ട് സർവീസും അതുപോലെ തന്നെ ഈ നിരവധി ആൾക്കാർ, ഈ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് ഭീഷണിയായി നിന്ന പല ആളുകളുടെയും വധത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിനോ മരണത്തിനോ കാരണമെന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു പരിധിവരെ ഇത് നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് ദോഷമായി ബാധിക്കുന്നത്. സംഭവം ശരിയാണ്. ഇപ്പോൾ നിലവിൽ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ കഴിയുകയാണ്. നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ആശുപത്രിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ഫ്ലോറിൽ നിലവിൽ ദാവൂദ് മാത്രമേ ചികിത്സയിലുള്ളൂ. മറ്റാളുകൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. അടുത്ത കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഉന്നത ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ആ പ്രദേശത്തേക്ക് തന്നെ പ്രവേശനമുള്ളത്. ആശുപത്രി ഐസൊലേറ്റഡ് ആണ്. ചുറ്റും നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. ശരിയാണ്. ഈ 1993 നമ്മുടെ ബോംബെ തുടർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഒരു സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിം, അയാളെ പിടിക്കാൻ വേണ്ടി ഒരുപാട് കാലമായി ഇന്ത്യ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ദുബായ് കേന്ദ്രീകരിച്ച് ഡി കമ്പനി എന്നുള്ള രീതിയിലുള്ള വലിയ ഒരു അധോലോക സംഘമെല്ലാം ഉണ്ടാക്കുന്നത്. പല അന്താരാഷ്ട്ര വേദികളിലും ഇയാളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പിടിക്കാനായിട്ട് സാധിച്ചില്ല. ഇതുപോലെ തന്നെ മുൻപും പലതവണ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു പോയി എന്നുള്ള കാര്യം. പിന്നെ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് വേറെ ആളുകൾ വരുന്നു. ഇതേപോലെ തന്നെ ഒരുപാട് തവണ ഇതുപോലെ ദാവൂദ് ഇബ്രാഹിം പിടിയിലായി എന്നും അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഛായയുള്ള ആളെ പാർട്ടിയിലും മറ്റും കണ്ടു എന്നും അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി അഭ്യൂഹങ്ങളാണ് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പല രാജ്യങ്ങൾ തലയ്ക്ക് വിലയിട്ട ഒരു കുറ്റവാളിയാണ് ഈ ദാവൂദ് ഇബ്രാഹിം. ഇന്ത്യയും അമേരിക്കയും ഒക്കെ ഒരുപോലെ തന്നെ അന്താരാഷ്ട്ര കുറ്റവാളിയായി മുദ്രകുത്തിയ ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം. അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ ആണ് എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാനിൽ ജയിലിലാണെന്നൊക്കെയാണ് വാർത്തകൾ ഇടയ്ക്ക് വന്നിരുന്നത്. പാകിസ്ഥാൻ അത് നിഷേധിച്ചു. എങ്കിലും ഇപ്പോൾ വിഷമുള്ളിൽ ചെന്ന നിലയിൽ ചികിത്സയിലാണ് എന്ന് വാർത്തകൾ വരുന്നത്.